Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഒറിഗാമി മോൾഡ് വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു കേക്ക് ആയിരുന്നു. അപ്പോൾ അത് ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ 2.25 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡറും ചേർത്ത് കൊടുക്കണം. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരിപ്പ ചെറുതായതിൻ്റെ പേരിൽ ആദ്യം 1 കപ്പ് ചേർത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം പിന്നീട് രണ്ടാമത്തെ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് കോക്കോ പൗഡറും 1/4 കപ്പ് അളവിൽ മൈദയും പിന്നെ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഇപ്പം നമ്മൾ 3 ബാർ ഉണ്ടാവും ഒരു ചോക്ലേറ്റിൽ. മെല്ലോൻ്റെ ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 1 ബാർ എടുക്കുക, എന്നിട്ട് അത് ചോപ്പ് ചെയ്തിട്ട് സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. പാലും പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാനിവിടെ നന്നായിട്ട് മെൽറ്റാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ പ്രോസസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൻ്റെ കപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പും പിന്നീട് 1/2 കപ്പിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെച്ച ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് ചൂട് മാറിയതിന് ശേഷം ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 9 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 2-3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോർ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് 2.5 കപ്പാണ്, അതായത് ഇൻക്ലൂഡിങ് കോക്കോ പൗഡർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2.25 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2.5 കപ്പ് അളവിൽ പഞ്ചസാര കിട്ടും. 2.5 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര വേണം നമ്മൾ ഈ ഒരു ബാറ്ററിലോട്ട് ഈ ഒരു കേക്ക് സ്പഞ്ച് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 2.5 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ബീറ്റിംഗ് ടൈം എത്രയാണെന്ന് പറയുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഒരു 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി, റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ബ്ലേഡ് എല്ലാം മാറ്റിയതിന് ശേഷം, ബീറ്ററിൻ്റെ ബ്ലേഡ് മാറ്റിയതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട്, സ്പാച്ചുല അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് വേണം നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഫ്ലോർ മിക്സ് ചെയ്യുമ്പം സ്പാച്ചുലയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ ഈ പതിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ മിക്സ് താഴ്ന്നു പോകും നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 3-4 തവണയായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദൻ്റെ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതേപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ചോക്ലേറ്റും ബട്ടറും ഇല്ലേ, അത് മുഴുവനായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂട് മാറിയതിന് ശേഷം മാത്രമേ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞത്. ചൂടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടും തന്നെ ശരിയാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേക്ക് ചെയ്തെടുക്കുമ്പം എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മുഴുവനായിട്ട് മിക്സ് ആവുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫ്ലോർ മിക്സ് ചെയ്യുക. പിന്നെയും ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും അതേപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും ആയിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഹെന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫയസ് ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു. 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നല്ല സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് പ്രൊഡക്റ്റ്സ് ആണ്, ധൈര്യമായിട്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, നമുക്കിനിത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കേക്കിന് 35 മിനിറ്റാണ്. ഈ മറ്റേ വലിയ കേക്ക് ടിന്നുള്ളത് 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനിത് ലെയറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ലെയറാക്കുന്നതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല, കുറേ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ ലെങ്തി ആയിട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് മെയിനായിട്ട് റെസിപ്പി പരിചയപ്പെടുത്തി തരാം എന്ന് ഉള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ 2 ടയറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താഴെയാണ് ഒറിഗാമി മോൾഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ചോക്ലേറ്റ് ക്രീമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്തു വെച്ച ഗനാഷ് ക്രീമിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഗനാഷ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബദാം പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ലെയറും നമുക്കങ്ങ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലാണ്. 2.5 കപ്പ് അളവിൽ പാലും 2 കപ്പ് അളവിൽ പഞ്ചസാരയും പിന്നെ നമ്മൾ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷ് 1 കാൽ കപ്പും ചേർത്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ 2 കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് മെയിനായിട്ടുള്ള കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാറ്. ടേൺ ടേബിൾ വെച്ചിട്ട് തന്നെ അങ്ങ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് കേക്ക് ബോർഡിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത്തെ കേക്ക് ഞാൻ സെമി നേക്കഡ് ലുക്കിലാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് കവർ ചെയ്യാതെ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. എനിക്കെന്തോ ഇങ്ങനത്തെ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഇന്നലെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ 200K സെലിബ്രേഷൻ്റെ കേക്ക് കൂടിയാണ് ഇത്. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കേക്കൊക്കെ പൊതുവേ കാണാനായിട്ട്. ഒരു നല്ലൊരു ലുക്കാണ് ഇങ്ങനത്തെ കേക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കേക്ക്. അപ്പോൾ 2 കേക്കും റെഡി ആയതിനു ശേഷം ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഒറിഗാമി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മോൾഡ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ബേക്കിംഗ് പ്രൊഡക്റ്റ് ഷോപ്പിലെല്ലാം കിട്ടും. ഒറിഗാമി മോൾഡ് എന്ന് പറഞ്ഞാൽ കിട്ടും. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും റെഫർ ചെയ്യാതെയാണ് അല്ലെങ്കിൽ ഒന്നും സെർച്ച് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് താഴെയുള്ള ഒരു ഭാഗം ഞാൻ ആദ്യം ക്ലീൻ ചെയ്തു. പിന്നെ തോന്നി ഇത് ക്ലീൻ ചെയ്യരുതല്ലോ, നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു പോർഷനും കൂടിയും ചോക്ലേറ്റ് വരണമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ വീണ്ടും ഞാൻ ചോക്ലേറ്റ് ഒഴിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യം ചെയ്തതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ആക്കി എടുക്കണമായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് പോരരുത്, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് കേക്കിലോട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ കേക്കിൻ്റെ പുറമെ ഇങ്ങനെ ചുറ്റി വെച്ചു. പിന്നെ തോന്നി 2 ടയർ അല്ലേ, അപ്പം സെക്കൻഡ് ടയർ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഇത് അങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ വീണ്ടും അത് അഴിച്ചിട്ട് സെക്കൻഡ് ടയർ സ്റ്റാക്ക് ചെയ്ത് വെച്ചു. സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് ചുറ്റിലും വെച്ച് പിന്നെ നമുക്കതങ്ങ് എടുക്കാനേ പറ്റുന്നില്ല. പിന്നെ ആകെ പൊട്ടി പോകുന്നു. പിന്നെ ഞാൻ അത് ഓരോന്നായിട്ട് ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നില്ലേ, അതേപോലെ ഇപ്പോൾ കിറ്റ്കറ്റ് കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാനായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഒട്ടും വൃത്തിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് പിന്നീട് ക്രീം, നമ്മുടെ കേക്കിൻ്റെ ചുറ്റിലുള്ള ക്രീം ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുക്കാം, കേക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ഊരിയിട്ട് അത് മാറ്റിയതിന് ശേഷം പിന്നെ കേക്ക് ലെവൽ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ ആ ഒറിഗാമിയുടെ ആ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ ഏകദേശം ഒരു വൃത്തിയിലൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ അത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ വളരെ ടൈം എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലുള്ള ക്രീമെല്ലാം അങ്ങ് തുടച്ചെടുത്തു. ബ്രഷിലൊരല്പം വെള്ളം കൂടി ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ ക്ഷമയോടെ ഇരുന്നിട്ട് ക്രീമെല്ലാം മാറ്റിയിട്ട് പിന്നീട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് നമ്മൾ സ്പ്രേ
ചെയ്തെടുത്തു. അപ്പോൾ അതേ നമ്മുടെ കേക്ക് കിഡിലെ ലുക്കായിട്ട് കിട്ടിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ കേക്ക് കണ്ടപ്പോൾ. പിന്നെ ചിലവർക്ക് മനസ്സിലായ ഒറിഗാമി ഫ്ലോപ്പ് ആയതാണെന്ന്. അപ്പോൾ ചില കമൻറ്റും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ റെസിപ്പിയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്